അതിരടി എന്ന സിനിമ കണ്ടപ്പോൾ നമ്മൾ അധികമാരും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള യഥാർത്ഥ സംഭവങ്ങളും റെഫറൻസുകളും ബ്രില്യൻസുകളെയും കുറിച്ചുമാണ് ഈ വീഡിയോ. അതുകൊണ്ട് സിനിമ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ദയവായി വീഡിയോ സ്കിപ്പ് ചെയ്യുക. സോ വെൽക്കം ടു ബോക്സ് ഓഫീസ്. സിനിമയുടെ തുടക്കത്തിൽ വിഷ്ണു അഗസ്ത്യയുടെ കഥാപാത്രം BCT കോളേജിൽ ഒരു ഫെസ്റ്റ് നടത്തുകയും അളവിൽ കൂടുതൽ ആളുകൾ ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് കയറിയത് മൂലം ദർശനയുടെ കഥാപാത്രം ഉൾപ്പെടെ 3 വിദ്യാർത്ഥികൾ മരണപ്പെട്ടു പോകുന്നതായി കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ സംഭവം 2023 കുസാറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന യഥാർത്ഥ സംഭവത്തിന്റെ ഒരു ഇൻസ്പിറേഷനാണ്. 2023 നവംബർ 5 കൊച്ചിയിലെ കുസാറ്റ് ക്യാമ്പസിൽ നടന്ന ഫെസ്റ്റിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 4 വിദ്യാർത്ഥികൾ മരണപ്പെട്ടിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ബേസിൽ ജോസഫിന്റെ കഥാപാത്രം ചേട്ടന്റെ അതേ കോളേജിൽ അഡ്മിഷന് വേണ്ടി വരുമ്പോഴുള്ള ഇൻട്രോ സീനിൽ ബേസിൽ നോക്കി നിൽക്കുന്നത് നോട്ടീസ് ബോർഡിൽ തന്റെ ചേട്ടൻ വർഷങ്ങൾക്ക് മുൻപ് അവിടെ നടത്തിയ ആരോഹൺ ഫെസ്റ്റിലെ ചേട്ടന്റെ ഫോട്ടോയിലേക്കാണ്. പിന്നീട് അതേ ഫോട്ടോസാണ് സിനിമയുടെ ക്ലൈമാക്സിൽ കാണിക്കുന്നത്. തന്റെ ചേട്ടനെ വിദ്യാർത്ഥികൾ എടുത്തു ഉയർത്തിയതുപോലെ തന്നെയാണ് ക്ലൈമാക്സിൽ ബേസിലിനെ വിദ്യാർത്ഥികൾ സ്വീകരിക്കുന്നത്. എന്നാൽ നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട്, ബേസിൽ നിൽക്കുന്ന ആ ഒരു സീനിൽ കോളേജിലെ ഓരോ വർഷവും പാസ് ഔട്ടായി പോയ മികച്ച വിദ്യാർത്ഥികളുടെ പേരെഴുതിയ ഒരു ബോർഡ് കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ആ വിദ്യാർത്ഥികളുടെ പേരായി കാണിക്കുന്നതിൽ നല്ലൊരു ശതമാനവും സിനിമയിലെ അണിയറ പ്രവർത്തകരുടെ പേരുകൾ തന്നെയാണ്. സിനിമയുടെ സംവിധായകൻ അരുൺ അനിരുദ്ധൻ, ക്യാമറാമാൻ സാമുവൽ ഹെൻറി, പാട്ടെഴുതിയ സുഹൈൽ കോയ എന്നിവരുടെ പേരുകൾ ഉൾപ്പെടെ നിരവധി ആളുകളുടെ പേരുകളാണ് ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത്. എന്താലേ. സിനിമയിലെ ടൊവിനോയുടെ ഗായകനായ തോട്ടക്കുട്ടൻ എന്ന ഗാനഗുണ്ടയുടെ കഥാപാത്രം റിയൽ ലൈഫിലെ ഒരാളിൽ നിന്നും ഇൻസ്പയർ ആയി എടുത്തിട്ടുള്ളതാണ്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഒരു ഗായകൻ ഉണ്ടായിരുന്നു. അയാൾ സ്റ്റേജിൽ നിന്ന് പാട്ട് പാടുമ്പോൾ പാട്ട് കേട്ട് ചിരിക്കുന്ന ആളുകളെ സ്കെച്ച് ചെയ്ത് പിന്നീട് അവർക്ക് ഇടി കൊടുക്കുമായിരുന്നു. അങ്ങനെ ചെയ്യുന്ന ഗുണ്ടയായ ഗായകനിൽ നിന്നുമാണ് ടൊവിനോയുടെ ഗാനഗുണ്ടയായ തോട്ടക്കുട്ടൻ ഉണ്ടായത്. മാത്രമല്ല, ടൊവിനോയുടെ ഈ ഒരു കഥാപാത്രം മാത്രം എടുത്ത് സ്പിൻ ഓഫായി ഗാനഗുണ്ട എന്ന പേരിൽ ടൊവിനോയെ നായകനാക്കി ഒരു സിനിമ ചെയ്യാൻ ഇതേ സംവിധായകൻ മുൻപ് തീരുമാനിച്ചിരുന്നു. പിന്നീട് ആ പ്രോജക്റ്റ് ഉപേക്ഷിക്കുകയായിരുന്നു ചെയ്തത്. അതോടൊപ്പം ഈ സിനിമയിലെ മുൻപ് വേറൊരു പ്രധാന കഥാപാത്രമായിരുന്നു ബേസിലിന്റെ എതിരാളിയായി വരേണ്ടിയിരുന്നത്. ക്ലൈമാക്സിൽ ടൊവിനോയെ ഒരു ഗസ്റ്റ് റോളിൽ കൊണ്ടുവരാൻ മാത്രമായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പിന്നീട് ആദ്യത്തെ കഥാപാത്രത്തിന് പകരം ടൊവിനോയെ മെയിൻ കഥാപാത്രമാക്കുകയായിരുന്നു ചെയ്തത്. ഈ സിനിമയിൽ ചിലയിടത്ത് രാമായണം റെഫറൻസുകളുണ്ട്. ടൊവിനോയുടെ തോട്ടക്കുട്ടൻ എന്ന കഥാപാത്രത്തിന് രാവണന്റെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. കോളേജിലെ ഫെസ്റ്റിനോടനുബന്ധിച്ച് ആറ്റം എന്നൊരു റോബോട്ടിനെ അവർ ഉണ്ടാക്കുന്നുണ്ട്. ഇതേ റോബോട്ടാണ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ രാവണന്റെ ഒരു തല തകർക്കുന്നത്. പിന്നീട് ടൊവിനോയുടെ കഥാപാത്രം രാവണന്റെ തല തകർത്ത ആ റോബോട്ടിന് തലയുമായി വരുന്നുണ്ട്. അവിടെ മുതലാണ് പിന്നീട് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. രാവണനെ പോലെ ടൊവിനോയുടെ കഥാപാത്രത്തിന്റെ ഭാഗത്തും ന്യായങ്ങളുണ്ട്. മാത്രമല്ല, രാമായണത്തിൽ സീതയെ രാവണൻ തട്ടിക്കൊണ്ടു പോകുന്നത് പുഷ്പക വിമാനത്തിലൂടെയാണ്. വിനീത് ശ്രീനിവാസനെയും ഷാൻ റഹ്മാനെയും ടൊവിനോയുടെ കഥാപാത്രം തട്ടിക്കൊണ്ടു പോകുന്ന കാറിന്റെ പേര് പുഷ്പക് ട്രാവൽസ് എന്നാണ്. ഇത് വാസ്തവത്തിൽ രാമായണത്തിൽ പറയുന്ന തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന പുഷ്പക വിമാനത്തിന്റെ റെഫറൻസ് ആണ്. സിനിമയുടെ ക്ലൈമാക്സിൽ ആരും പ്രതീക്ഷിക്കാതെ വന്ന ഒരു ക്യാമിയോ റോളായിരുന്നു മഞ്ഞ BMW കാറിൽ വന്ന ഡെന്നിച്ചൻ എന്ന ഹാഷിറിന്റെ കഥാപാത്രം. എന്നാൽ ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടി സംവിധായകൻ ആദ്യം തീരുമാനിച്ചിരുന്നത് സഞ്ജു സാംസണെയായിരുന്നു. പിന്നീട് ഡേറ്റിന്റെ എന്തോ പ്രശ്നമുള്ളതുകൊണ്ടാണ് സഞ്ജുവിന് പകരം ഹാഷിറിനെ കൊണ്ടുവന്നത്. ഈ സിനിമയിലെയും റിയൽ ലൈഫിലെയും ഒരുപാട് റെഫറൻസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. സിനിമയിലെ പട്ടി ഷോ എന്ന പാട്ടിൽ 2 ബൈക്കിൽ കാൽ ചവിട്ടി നിന്നുകൊണ്ട് ബേസിൽ ഷോ കാണിക്കുന്നത് 1991 അജയ് ദേവഗന്റെ ആദ്യ സിനിമയായ ഫൂൽ ഓർ കാണ്ട് എന്ന സിനിമയിലെ അജയ് ദേവഗൺ 2 ബൈക്കിൽ കാൽ ചവിട്ടി നിന്നുകൊണ്ട് വരുന്ന ഐക്കോണിക് സീനിൽ നിന്നും കടമെടുത്തിട്ടുള്ളതായിരുന്നു. പിന്നീട് 1994 മിന്നാരം എന്ന സിനിമയിൽ മോഹൻലാൽ ഈ സീൻ റീക്രിയേറ്റ് ചെയ്തിരുന്നു. മറ്റൊരു സീനിൽ റെഡ് ആൻഡ് ബ്ലൂ വയറിൽ ഏതാണ് മുറിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നീലയാണ്, അതാണല്ലോ പതിവ് എന്ന് മറ്റൊരു കഥാപാത്രം പറയുന്നുണ്ട്. ഇത് വന്ദനത്തിന്റെ ക്ലൈമാക്സിൽ ബോംബ് ഡിഫ്യൂസ് ആക്കാൻ വേണ്ടി മോഹൻലാൽ മുറിക്കുന്ന നീല വയറിന്റെ റെഫറൻസ് ആണ്. മറ്റൊരു ഭാഗത്ത് പാട്ടിനിടയിൽ ദളപതി വിജയുടെ മാസ്റ്റർ എന്ന സിനിമയിൽ ഉപയോഗിക്കുന്ന കാറ് കാണിക്കുകയും അതോടൊപ്പം സമീപകാലത്ത് വിജയ് പറഞ്ഞ തമ്പി കീഴയിറങ്ങുക എന്ന ട്രെൻഡായ ഡയലോഗ് കടമെടുത്ത ബേസിൽ അവിടെ പറയുന്നുണ്ട്. കേരളത്തിൽ തനിക്ക് മാത്രമേ കണ്ണിൽ നോക്കിയാൽ പ്രണയം അറിയാൻ കഴിയുകയുള്ളൂ എന്ന് വിനീത് ശ്രീനിവാസൻ ബേസിലിനോട് പറയുന്നുണ്ട്. ഇത് അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ഹൃദയം എന്ന സിനിമയിൽ കണ്ണിൽ നോക്കിയാൽ പ്രണയം അറിയാമെന്നുള്ള ഒരുപാട് ട്രോള് കിട്ടിയ ഡയലോഗിന്റെ റീക്രിയേഷൻ ആയിരുന്നു. തട്ടത്തിൻ മറയത്തിൽ നിവിൻ പോളി സ്ലോ മോഷനിൽ ഓടി വരുന്നതിന്റെ റെഫറൻസ് ആണ് വിനീത് ശ്രീനിവാസനെ രക്ഷപ്പെടുത്താൻ വേണ്ടി സ്ലോ മോഷനിൽ ഓടി വരുന്ന ബേസിലിനെ കാണിക്കുന്നത്. ചെന്നൈ സ്റ്റാർ എന്ന വിളിപ്പേരുള്ള വിനീത് ശ്രീനിവാസനെ കളിയാക്കുന്ന ഒരു രംഗമായിരുന്നു. ക്ലൈമാക്സിൽ ടൊവിനോയുടെ കഥാപാത്രം വീഡിയോ കോളിലൂടെ സാർ ഇപ്പോൾ ചെന്നൈയിലാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവിടെയല്ല എന്ന് പറഞ്ഞ് വിനീത് ശ്രീനിവാസന് പെട്ടെന്ന് ഫോൺ കട്ടാക്കുന്നത്. സിനിമയിൽ ഷാൻ റഹ്മാന്റെ പല ഡയലോഗുകളും അദ്ദേഹം കൈനിട്ടതായിരുന്നു. പ്രത്യേകിച്ചും ടൊവിനോ അമ്മ പുതപ്പേ എന്ന പാട്ട് പാടുമ്പോൾ അമ്മ പുതപ്പോ അതേത് പുതപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് ടൊവിനോയെ കളിയാക്കുന്ന ഡയലോഗുകളെല്ലാം ഷാൻ റഹ്മാൻ കൈനിട്ടതായിരുന്നു. ടൊവിനോയുടെ കഥാപാത്രം ഷാൻ റഹ്മാനോട് പറയുന്നുണ്ട്, പണ്ട് ഞാൻ പാട്ട് പാടാൻ വന്നപ്പോ പാടുന്നതിനിടയിൽ കൈ മുകളിലേക്ക് ഉയർത്തിയപ്പോ അവിടെ എന്താ എയ്റോപ്ലെയിൻ ഉണ്ടോ എന്ന് പറഞ്ഞ് അന്ന് നീ എന്നെ കളിയാക്കിയില്ലേടാ എന്ന്.
ഇത് ശരിക്കും അമൃത ടിവിയിലെ സൂപ്പർ സ്റ്റാർ സീസൺ 2 ഓഡീഷനിൽ കൈ മുകളിലേക്ക് ഉയർത്തി പാടിയ ഒരു കണ്ടസ്റ്റന്റിനെ സംഗീത സംവിധായകന്മാരായ ദീപക് ദേവും അൽഫോൺസും ചേർന്ന് കളിയാക്കിയ സംഭവത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഈ സിനിമയിൽ ടൊവിനോ പാടുന്ന അമ്മ പുതപ്പെ എന്ന ഗാനം സിനിമയുടെ സംഗീത സംവിധായകനായ വിഷ്ണു വിനോദ് പാടിയതാണ്. വിഷ്ണു വിനോദിന്റെ ശബ്ദമാണ് ആ പാട്ടിൽ ടൊവിനോയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്. മറ്റൊരു ഭാഗത്തായി ശാന്തിവിള ദിനേശ് ബേസിലിനോട് സാം കം ടു മൈ റൂം എന്ന് പറയുന്നുണ്ട്. ഇത് ആദിപുരുഷ് എന്ന സിനിമയുടെ പ്രീമിയർ ഷോയ്ക്കിടെ പ്രഭാസ് സംവിധായകനായ ഓം റോത്തിനോട് ഓം കം ടു മൈ റൂം എന്ന് പറഞ്ഞ ഡയലോഗിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ്. അതോടൊപ്പം സിനിമയിൽ കാണിക്കുന്ന കൂട്ടുകാർ എന്ന പേരിലുള്ള ഗ്യാങ് സംവിധായകന്റെ കോളേജ് ലൈഫിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ്. ആ ഗ്യാങ് ആയുധങ്ങളുമായി ഓടി വന്ന് അതെല്ലാം നിലത്തിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഫ്ലാഷ് മോബ് കളിക്കുന്നതും സംവിധായകന്റെ റിയൽ ലൈഫിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഈ സിനിമയുടെ ക്ലൈമാക്സിൽ വലിയ ജനക്കൂട്ടത്തെ കാണിക്കുന്നതിന് വേണ്ടി VFX ഉപയോഗിക്കാതെ പകരം 2000-ഓളം കുട്ടികളെ ലൈവായി നിർത്തിക്കൊണ്ടാണ് അവർ സിനിമയുടെ ക്ലൈമാക്സ് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.